വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപാട് 2-ാം അധ്യായം 2 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ പ്രവൃത്തികളും പ്രയത്നങ്ങളും ക്ഷമാപൂർവമായി ഉറച്ചുനിൽപ്പും ദുഷ്ടരോടുള്ള സഹിഷ്ണുതയും ഞാൻ മനസ്സിലാക്കുന്നു. അപ്പസ്തോലന്മാരെന്ന് നടിക്കുകയും എന്നാൽ അങ്ങനെയല്ലാതിരിക്കുകയും ചെയ്യുന്നവരെ പരിശോധിച്ച് അവർ വ്യാജം പറയുന്നവരാണെന്ന് നീ കണ്ടുപിടിച്ചു. തീർച്ചയായും ക്ഷമാപൂർവം പിടിച്ചു നിൽക്കാൻ തക്ക കഴിവ് നിനക്കുണ്ട്. എന്റെ നാമത്തെ പ്രതി പീഡകൾ സഹിച്ചിട്ടും നീ ക്ഷീണിച്ചില്ല. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്നു പറയാനുണ്ട്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവെടിഞ്ഞു. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തു വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്തു നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. ഓർമ്മിക്കുക, തിരുസഭ ഇന്ന് വിശുദ്ധ ഹെലേനായുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ആ വിശുദ്ധയിലൂടെ ദൈവം വലിയ വെളിപ്പെടുത്തലാണ് ഈ ലോകത്തിന് കാട്ടിക്കൊടുത്തത്. ലോകത്തിലെ ഏറ്റവും വലിയ മതമായ ക്രിസ്തുമതം ഈ വിശുദ്ധയുടെ കാലഘട്ടത്തിൽ ഒന്നുമല്ലായിരുന്നു. ക്രിസ്തുവിന് 244 വർഷങ്ങൾക്കു ശേഷം ഏഷ്യ മൈനറിലെ ബിഥിനിയായിൽ ഹെലേന ജനിച്ചതായി കരുതപ്പെടുന്നു. ഈശോയെ തറച്ച കുരിശ് ജെറുസലേമിൽ കണ്ടെത്തിയത് ഈ വിശുദ്ധയാണെന്ന വിശ്വാസം സഭയിൽ ഏറെ പ്രധാനപ്പെട്ടതാണ്. ജൂതന്മാരുടെ പ്രക്ഷോഭണത്തിനു മുൻപ് റോമൻ ചക്രവർത്തി ഹഡ്രിയാൻ AD 117 ശേഷം ജൂതിയ പ്രദേശം സിറിയ പാലസ്തീന എന്ന പുതിയ പേരു നൽകി അദ്ദേഹത്തിന്റെ തലസ്ഥാനമാക്കി മാറ്റി. അവിടെ ജൂതന്മാർക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. അവിടെയുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെതായ അവശേഷിപ്പുകൾ പൂർണ്ണമായും തകർത്തു. ജൂതമതവും ക്രിസ്തുമതവും അടിച്ചമർത്തപ്പെടേണ്ട മതമാണെന്ന് ഹഡ്രിയാൻ ചക്രവർത്തി കരുതിപ്പോന്നു. ക്രിസ്തുമതത്തിന്റെ വളർച്ചയെ നശിപ്പിക്കുന്നതിനായി കാൽവരി മലയുടെ മുകൾ ഭാഗം തട്ടിനികത്തി അവിടെ വിജാതീയരുടെ ദേവതയായ വീനസിന്റെ ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ഈശോയുടെ കല്ലറയുടെ ഭാഗത്ത് ദേവനായ ജൂപ്പിറ്ററിന് ഒരു ക്ഷേത്രവും നിർമ്മിച്ചു. അങ്ങനെ എല്ലാം പൂർണ്ണമായി നശിപ്പിച്ചു. ഇനിയൊന്നും ബാക്കിയില്ലെന്ന് വിശ്വസിച്ച് സമാധാനിച്ചു അദ്ദേഹം. എന്നാൽ 312 കോൺസ്റ്റാന്റിൻ ചക്രവർത്തി അധികാരത്തിൽ വന്നപ്പോൾ മാക്ലെൻഡിയൂസ് ചക്രവർത്തി കോൺസ്റ്റാന്റിൻ ചക്രവർത്തിയെ ആക്രമിച്ചു. മാക്ലെൻഡിയൂസിന്റെ വലിയ സൈന്യത്തെ കണ്ട് കോൺസ്റ്റാന്റിൻ ഭയചകിതനായി. അദ്ദേഹത്തിന്റെ മുഴുവൻ സാമ്രാജ്യവും നാശത്തിന്റെ ഭീതിയിലായി. ഈ സാഹചര്യത്തിൽ അദ്ദേഹം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ആകാശത്ത് അഗ്നി കൊണ്ടൊരു കുരിശടയാളം കണ്ടു. ഈ അടയാളം വഴി നിങ്ങൾ വിജയിക്കുമെന്ന വാക്കുകളും ദർശിച്ചു. അദ്ദേഹം കുരിശു പണിത് കുരിശ് മുന്നിൽ പിടിച്ചുകൊണ്ട് പടനീക്കം നടത്തുകയും അത്ഭുതകരമായി വിജയിക്കുകയും ചെയ്തു. അതിനുശേഷം ക്രിസ്തുമതത്തിന് ആദ്യമായി അംഗീകാരം കൊടുത്തു. 313 ലാറ്ററൻ കൊട്ടാരം മെൽക്കിയാദേസ് മാർപ്പാപ്പയ്ക്ക് ചക്രവർത്തി വിട്ടുകൊടുത്തു. ചക്രവർത്തിയുടെ അമ്മയായ ഹെലേന രാജ്ഞി മാനസാന്തരപ്പെടുകയും ജെറുസലേമിലെ ബിഷപ്പ് മക്കാരിയൂസിന് ഗാഗുൽത്തായിൽ ഒരു ദേവാലയം പണിയുന്നതിന് കൽപ്പന കൊടുക്കുകയും ചെയ്തു. ഗാഗുൽത്തായിലെ വീനസ് ദേവതയുടെയും ജുപ്പിറ്റർ ദേവന്റെയും ക്ഷേത്രങ്ങൾ നീക്കം ചെയ്തു. അവിടെ പരിശോധിച്ച് 3 കുരിശുകൾ കണ്ടെടുത്തു. അതിൽ ഈശോയെ തറച്ച കുരിശു കണ്ടുപിടിക്കുന്നതിനായി ബിഷപ്പ് ഒരു രോഗിയായ സ്ത്രീയെ കൊണ്ടുവന്ന് ഓരോ കുരിശിലും സ്പർശിച്ചു. അതിൽ ഒരു കുരിശിൽ സ്പർശിച്ചപ്പോൾ സ്ത്രീയുടെ രോഗം പൂർണ്ണമായും സുഖപ്പെട്ടു. അങ്ങനെ ഈശോയുടെ കുരിശ് തിരിച്ചറിഞ്ഞു. ഹെലേന അവിടെ ഒരു ദേവാലയം പണി കഴിപ്പിച്ചു. ക്രിസ്തുവിന്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ പരിശോധിച്ച് അവിടെയെല്ലാം ദേവാലയങ്ങൾ പണി കഴിപ്പിച്ചു. അങ്ങനെ ഹെലേന രാജ്ഞി ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കി റോമിലേക്ക് മടങ്ങി. 86-ാം വയസ്സിൽ 330-ാം ആണ്ടിൽ മരണപ്പെട്ടുവെന്ന് കരുതുന്നു. താൻ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിനോട് ചേർന്നപ്പോൾ ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ മതത്തിന്റെ അടിത്തറയുടെ ഭാഗമായി മാറുവാൻ സാധിച്ച ഒരു ഭാഗ്യപ്പെട്ട വനിതയായിരുന്നു വിശുദ്ധ ഹെലേന. നമുക്കും ആ വിശുദ്ധയുടെ മാതൃകയിൽ മാനസാന്തരത്തിലൂടെ യേശുവിനെ പൂർണ്ണമായി കണ്ടെത്തുവാനും സഭയുടെ അടിത്തറയുടെ ഭാഗമായി മാറുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.
അങ്ങു മാത്രം വല്ലഭൻ, അങ്ങേ സന്നിധി ദൈവമേ, അഭയം ഞങ്ങൾക്കാശ്രയം. അങ്ങു മാത്രം വല്ലഭൻ, അങ്ങു മാത്രം വല്ലഭൻ, അങ്ങേ സന്നിധി ദൈവമേ, അഭയം ഞങ്ങൾക്കാശ്രയം. നിഷ്കളങ്ക സ്നേഹവും നന്മ ചെയ്യാൻ ഭാഗ്യവും കർമ്മവീഥി കരുണയും കൃത്തിൽ നീ നിറയ്ക്കണേ. നിഷ്കളങ്ക സ്നേഹവും നന്മ ചെയ്യാൻ ഭാഗ്യവും കർമ്മവീഥിയിൽ കരുണയും ഹൃത്തിൽ നീ നിറയ്ക്കണേ. അങ്ങു മാത്രം വല്ലഭൻ, അങ്ങു മാത്രം വല്ലഭൻ, അങ്ങേ സന്നിധി ദൈവമേ, അഭയം ഞങ്ങൾക്കാശ്രയം. അങ്ങു മാത്രം വല്ലഭൻ, അങ്ങു മാത്രം വല്ലഭൻ, അങ്ങേ സന്നിധി